ഉലമാഇനെ പറ്റി പറയുന്നു ബിൽ ഹസദി. അഞ്ചാമത്തെ വിഭാഗം വൽ ഉലമാഉ, പണ്ഡിതന്മാരുണ്ട് ഹിസാബിന്റെ മുമ്പ് നരകത്തിൽ പോകുന്നവര്. ബിൽ ഹസദി, കാരണം അസൂയയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു നിലക്ക് ഉയരുന്നത് കാണുമ്പോഴേക്ക് അയാൾ എങ്ങനെങ്കിലും ഒന്ന് ഇരുത്തേണ്ടടുത്ത് ഇരുത്തണമെന്ന് ചിന്തിക്കരുത്. നല്ല രൂപത്തിലും ഭാവത്തിലും ജീവിക്കുന്ന ആളാണോ സഹായം ചെയ്തു കൊടുക്കണം, ഖൈറായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിട്ട് ഇടങ്ങേറുണ്ടാക്കാൻ നടക്കല്ല വേണ്ടത്. വൽ ഉലമാഉ ബിൽ ഹസദി, ഹസദ് മൂത്തിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായതില്ലേ ഒരു ആലിമ്, ആ ആലിമ് സദസ്സ് കെട്ടിയത് ആയിരുന്നു പഠിച്ചോനെ ഷാഫി ഇമാം തങ്ങളെ പെട്ടെന്ന് നീ മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകുന്നു. ഹാസദ് മൂത്തിട്ട് എന്തിനെന്നറിയോ? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ ആയാൽ 150, 250, 350 ഒക്കെ വാഹനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് വരുന്ന പഠിതാക്കളാണ്. ഇയാളെ പേരിന്റെ മുറ്റത്ത് അങ്ങനെ വന്നു നിൽക്കാത്തതുകൊണ്ട് വന്നു നിൽക്കുന്നതിന് അംഗീകരിക്കല്ലേ വേണ്ടി, ആ വന്നു നിൽക്കുന്നതിന് എതിർത്തുകൊണ്ട് വേറെ പറയാൻ വേണ്ടി. ഹാസദ് മൂത്തിട്ടാണ് ദ്വാരുന്നത്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് പോയിട്ട് കുട്ടികൾ പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ദ്വാരക്കുന്നുണ്ട്? പരിചയക്കാർ പറഞ്ഞു ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്, ഇങ്ങനെ മറ്റേ ആളിങ്ങനെ ദ്വാരക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് മരിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമു പോയി പോകുന്നു. മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു. പിന്നെ ഇൽമു പോണ്, ഇൽമു വളരെയല്ലേ ചെയ്യാ. പെട്ടെന്ന് മരിപ്പിക്കണമെങ്കിൽ ഇൽമു പോകുന്ന ശരിയല്ലല്ലോ, ആ വാക്കെന്നെ ശരിയല്ല. അത് മുത്തിട്ടാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സാരല്ല. തമന്നാഉനാസുൻ അന്നമുത വഇൻ അമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. കുറെ ആൾക്കാർ ഞാൻ മരിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം മരണം എന്നുള്ള എനിക്ക് മാത്രമൊന്നും എല്ലാവർക്കും ഉള്ളതല്ലേ, ഞാൻ മാത്രമല്ലല്ലോ മരിക്കുക, അവര് മരിക്കൂലേ. അതുകൊണ്ട് ആഗ്രഹത്തിന് പ്രത്യേക ക്യാമ്പൊന്നുമില്ല, ആഗ്രഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല. ആ വഴിയിൽ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഞാനും മരിക്കും അവരും മരിക്കും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ എല്ലാ നിലക്കും രംഗം കീഴടക്കാന്ന് കരുതി മറ്റേയാള്. പക്ഷെ 10-12 ദിവസമായപ്പോ 30 രോഗിയായി കിടന്നു, കുറച്ച് മരിച്ചു. അങ്ങനെയാണ്. ആ സ്ഥാനത്ത് വിലസനം കാര്യമൊന്നും കരുതി നടക്കൂല. കാരണം അത് സദുദ്ദേശപരമല്ല. ഹസദ്, ഒരാൾക്കുള്ള ഖൈർ മുടക്കുക, അത് സമ്മതിക്കാതിരിക്കുക, അതിനെതിര് പറയാം, അതിനാകരുത് ഉലമാ ജീവിക്കുന്നത്. ഉലമാ അവരെ ഇൽമു കൊണ്ട് അമൽ ചെയ്യണം, ആലിമീങ്ങളെ ഇക്റാം ചെയ്യണം, സദാത്തുക്കളെ ബഹുമാനിക്കണം, സമൂഹത്തിന് ഖൈറായത് ചെയ്യണം, അവരവരെ കൊണ്ട് ഖൈറായത്. ഒരൊറ്റ ആലിമിനും മുത്തഅല്ലിമിനും ദോഷകരമായിട്ട് ഹസദ് മൂത്തിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ഒന്നും പറയാനും നിൽക്കരുത്. അതിനല്ല അള്ളാഹു ഇൽമു നൽകിയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു വിഭാഗം അതിൽ ബാക്കിയുള്ളത് വല്ലഗ്നിയാഉ, സമ്പന്നരാണ്, പണക്കാർ. ബിൽ ബുഖ്ലി, ബുഖ്ല് കാരണം, ബുഖ്ല് ലുബ്ദ് കാരണം സക്കാത്തും കൊടുക്കൂല, സ്വതത്തും കൊടുക്കൂല, അവനാന്റെ പുരയ്ക്ക് തന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ വാങ്ങൂല. വാങ്ങുകയാണെങ്കിൽ എപ്പോഴും ഒരു മത്യ വാങ്ങും, ഒരു 10 രൂപയ്ക്ക് മത്യ വാങ്ങും. പുരക്കാര് പറഞ്ഞു കുറേ ദിവസമായി ഒരക്കോറ കൂട്ടാൻ പോകുന്നുണ്ട്, അത് നമുക്ക് ഇനി അടുത്തെല്ലാം മുഹറം 10 വരുന്നെന്ന് കൂട്ടാം. ഇയാളെ കയ്യിലില്ലാഞ്ഞിട്ടാ. പാകത്തിന് സന്തോഷത്തിന് റാഹത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ചെലവഴിക്കാനും നല്ല മാർഗങ്ങൾ കൊടുക്കാനുമാണ് പണം എന്ന് പറയുന്നത്. ബുഖ്ല് കാണിക്കരുത്, കൊടുക്കേണ്ട രൂപഭാവങ്ങളിലൊക്കെ കൊടുക്കണം. അവനാന്റെ മക്കള് ഖൈറായ മാർഗങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാപ്പാക്കും ഉമ്മാക്കും അതിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ അവരെ വക സന്തോഷത്തോടെ ആ വിഷയത്തിലേക്ക് ഒരു ചെലവ് അവർ ചെയ്യണം. ഖൈറായ മാർഗത്തിൽ, ഷർറിനല്ല, ഖൈറായ മാർഗത്തിൽ. അതിൽ പിശുക്കി വെക്കരുത്. മട്ടത്തിന് ചെലവഴിക്കാനാണ് അള്ളാഹു തന്നത്. നിർബന്ധ ബാധ്യത കൊടുത്താൽ വലിയ പിശുക്കനായി, കൊടുക്കാതിരുന്നാല്, സുന്നത്തായ മേഖലകളിലെ ബാധ്യത തീർക്കാതിരുന്നാലോ അതും പിശുക്ക് തന്നെയാണ്, കൊടുക്കണം. ബുഖ്ല് കാരണമാണ് അഗ്നിയാ നരകത്തിലേക്ക്, ഹിസാബിന്റെ മുമ്പ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ 6 ഇനത്തിലും ഒന്നിലും മെമ്പർഷിപ്പ് എടുക്കാതെ സ്വർഗത്തിലേക്ക്